ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഒരു ലഘു സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത്: പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പിൻ. ഒരിക്കൽ ഒരു ധനാഢ്യനായ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നിങ്ങനെ ചോദിച്ചു: ഗുരുവേ, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്തു ചെയ്യണം? യേശു അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു: നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. ഇത് കേട്ടിട്ട് വിഷാദിച്ച് ദുഃഖിച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മീയ സമ്പത്തുകളെക്കാൾ നശിച്ചു പോകുന്ന ഭൗതിക സമ്പത്തുകളെ സ്നേഹിച്ച ആ ധനാഢ്യനായ ചെറുപ്പക്കാരന് നഷ്ടമായത് സർവലോകത്തെക്കാൾ എത്രയോ വിലയേറിയ നിത്യജീവനാണ്. ദൈവം നിന്റെ കയ്യിൽ പണവും സമ്പത്തുമൊക്കെ നൽകിയിരിക്കുന്നത് നിന്റെ ദുർമോഹങ്ങളിൽ ദൂർത്തടിക്കുവാനോ കൂട്ടിവയ്ക്കുവാനോ അല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചിലർ വിഷമിക്കുമ്പോൾ, ഒന്ന് കയറി കിടക്കുവാൻ ഒരു കൂരയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും, അവർക്ക് ഷെയർ ചെയ്യുവാനാണ്. അങ്ങനെ ഷെയർ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. എനിക്ക് പണമൊന്നുമില്ലല്ലോ, അത് ദൈവത്തിനറിയാമല്ലോ എന്ന് കരുതി നീ രക്ഷപ്പെടാൻ നോക്കണ്ട. പണത്തേക്കാൾ വിലയേറിയതാണ് സ്നേഹവും സമയവും. അത് നിനക്ക് ഷെയർ ചെയ്യാമല്ലോ. പണം പലർക്കും പല വിധത്തിലാണുള്ളത്, എന്നാൽ സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റിനും 24 മണിക്കൂർ, എനിക്കും നിനക്കും എല്ലാവർക്കും 24 മണിക്കൂർ മാത്രം. സമയം നമുക്ക് കൂട്ടിവയ്ക്കുവാൻ പറ്റുമോ? ഇന്ന് എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കുവാനുണ്ട്, അതുകൊണ്ട് എനിക്ക് 36 മണിക്കൂർ വേണം, നാളെ എനിക്ക് 12 മണിക്കൂർ മതിയെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പോയി സുവിശേഷം അറിയിക്കുവാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ സുവിശേഷകരെ അയക്കുകയും അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നോ, നീ തന്നെ പോയി സുവിശേഷം അറിയിക്കണം. നീ എത്ര വലിയ പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീ താഴ്മയോടെ നിന്റെ കീഴിലുള്ളവരോടും നീ കണ്ടുമുട്ടുന്നവരോടും സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള സമയം നീ കണ്ടെത്തണം. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം എന്നാണ് പോള് പറഞ്ഞത്. പണത്തിന് ദൈവം യാതൊരു വിലയും കൊടുത്തില്ല. അതിനേക്കാൾ എത്രയോ വലുതാണ് സമയം, സ്നേഹം. മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ സമയം സ്പെൻഡ് ചെയ്യുക. ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നിന്റെ പണം സ്പെൻഡ് ചെയ്യുക. വിഷാദത്തിലിരിക്കുന്ന ഒരു സഹോദരന്റെ തോളത്ത് തട്ടി അവനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അതും നിനക്ക് സ്വർഗത്തിൽ ഒരു നിക്ഷേപമാണ്.